കലി ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് റാവിസ് ഹോട്ടൽ, റാവിസ് സെൻട്രൽ പോയിൻറ്റ് ദുബായ്, അവിടെയാണ് നമ്മുടെ കൺസൾട്ടിങ്. അപ്പോൾ ഒരുപാട് പേര് കൺസൾട്ടിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഞാൻ 21 മുതൽ ഇവിടെ വന്നു. ഇനി 28 നാട്ടിലെത്തും. അപ്പം ഇവിടെ കൺസൾട്ടിങ് ഒരുപാട് പേര് വന്ന് കാണുന്നു. വളരെ സന്തോഷം. അവിടെ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്താണ് അവർ വരുന്നത്. പക്ഷെ അവർക്ക് വലിയൊരു അനുഗ്രഹമാണ് എന്നവർ എന്നെ അറിയിച്ചിട്ടാണ് പോകുന്നത്. സാറിനെ നേരിട്ട് കാണാൻ പറ്റിയാൽ. അപ്പോൾ അവർ കൺസൾട്ടിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കൺസൾട്ടിങ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരു ട്രെയിൻ അപകടം സംഭവിച്ചിരിക്കുന്നു. സാറിൻ്റെ പ്രവചനങ്ങൾ ദിവസം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നു. സാറിൻ്റെ 2025 പ്രവചനത്തിൽ ട്രെയിൻ അപകടത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അറിയിച്ചിരിക്കുന്നു. സാറിൻ്റെ പ്രവചനങ്ങൾ മാത്രമാണ് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഷാർപ്പായിട്ട് സാറ് പ്രവചനങ്ങൾ നടത്തി. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സാറിൻ്റെ പ്രവചനങ്ങൾ ദിവസം പ്രതി അതുമാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇത് എഴുതി വെച്ചിട്ടുള്ളവരെ അറിയിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രെയിൻ അപകടത്തിൽ മരിച്ച എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേരുന്നു. അപകടത്തിൽപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. നടന്നതിൽ വളരെയധികം വിഷമമുണ്ട്. അത് മനുഷ്യർക്ക് എന്ത് പ്രയാസം വന്നാലും അത് മനുഷ്യന്മാരെ തന്നെ ബാധിക്കും. അവർക്കൊരു വിഷമമുണ്ടാകും. നമ്മുടെയൊക്കെ സഹോദരികളാണ്. ലോകത്തുള്ളവരെല്ലാം സഹോദരന്മാരാണ്. അത് നമ്മൾക്കെല്ലാ പേർക്കും അറിയാം. നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷേ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിച്ചു തന്നെ തീരണം. അപ്പോൾ നമ്മൾ ദുബായിൽ ബുർജ് ഖലീഫയുടെ ഓപ്പോസിറ്റ് നമ്മൾ ലേക്ക് സെൻറ്ററിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു വീഡിയോ കൊടുത്തിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. ബുർജ് ഖലീഫയുടെ നേരെ ഓപ്പോസിറ്റാണ് ലേക്ക് സെൻറ്റർ. അതാണ് ബിൽഡിങ്ങിൻ്റെ പേര്. അവിടെ നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ദുബായിനെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ദുബായ് കാണാൻ പറ്റണമെങ്കിൽ, സാധിക്കുകയാണെങ്കിൽ ദുബായ് കാണണം. അത് മനുഷ്യന് വേണ്ടി തീർത്ത സ്വർഗമാണ്. പിന്നെ ഇത് റെയിൻ അപകടത്തിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഇത് ചോദിച്ചു, അത് ഇട്ടു. പിന്നെ നിങ്ങളുടെ 2025 കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൗമുദി ചാനലിലൂടെ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. 2025 ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള കാര്യങ്ങൾ, അത് 7:30 മുതൽ 8 മണി വരെ, ശനി ഞായർ വ്യാഴം ചൊവ്വ, ഇത്രയും ദിവസം നിങ്ങൾക്ക് 7:30 മണിക്ക് കാണാം. ലോകത്തെവിടെ ഇരുന്നും കാണാം. ഇന്ന് എൻ്റെ പരിപാടി ഞാൻ ദുബായിൽ ഇരുന്ന് BX TV എന്ന് പറയുന്ന ഓൺലൈനിലൂടെ, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിലൂടെയാണ് ലൈവായിട്ട് കൗമുദി ചാനൽ കണ്ട് അത് രാവിലെ ഞാനത് കണ്ടായിരുന്നു. ഞാൻ 11-ാം തീയതി പാലക്കാട്, 9-ാം തീയതി എറണാകുളം, 13-ാം തീയതി ഇവിടെ വരും. അതായത് നമ്മുടെ കോഴിക്കോട് സിറ്റി മോൾ 13-ാം തീയതി. പിന്നെ ഇതിനകത്ത് ഞാൻ 2025 ആദ്യത്തെ, നമ്മളിപ്പം ദശാനാഥന്മാരെ വെച്ചാണ് പറയുന്നത്, അതിൽ 3 നക്ഷത്രത്തിൻ്റെ ഇതും കൂടെ ഇതിനകത്തിപ്പം പറയാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തത് അശ്വതി, മകം, മൂലം. അവർ കേതുവിലാണ് വരുന്നത്. അതിലിവരെ സംബന്ധിച്ചോളം, അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം അവർക്ക് കണ്ടകശനി തീർന്നാണ് വന്നത്. അവരിപ്പം ഇത് 7-2 ശനിയിലേക്ക് പോവുകയാണ്. 7-2 ശനി അവർക്ക് തുടങ്ങാൻ പോവുകയാണ്. അതായത് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ശനി വരുമ്പോൾ അവർക്ക് 7-2 ശനി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. 7-2 ശനി ഭരണി, കാർത്തികയുടെ കാല്, 1-ാം പാദം, പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ ഭരണി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാല്. അവർക്ക് 7-2 ശനി കാലം തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ പേടിക്കാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയി. അത് ദശാകാലവും കൂടെ നോക്കണം. അത് കഴിഞ്ഞാൽ മഹത്തിന് വളരെ നല്ലതായിട്ടാണ് വരാൻ പോകുന്നത്. മഹം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. കാരണം അവരുടെ കണ്ടകശനി തീരുകയാണ്. മാർച്ച് 29 കണ്ടകശനി മാറുകയാണ്. അവർക്ക് വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകാം. ഇനിയുള്ള കാലം വളരെ നല്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴേ ഈ കണ്ടകശനി, 7-2 ശനിയൊക്കെ ഗോചരശാസ്ത്രപ്രകാരമാണ്. അതിന് നിങ്ങൾ വലുതായിട്ട് ഭയക്കണ്ട. 30 വയസ്സ് വരെ ജീവിച്ചിരുന്ന എല്ലാവർക്കും 7-2 ശനി, 2 കണ്ടകശനിയും വരും. പിന്നെ 19 വർഷം ശനി ദശാകാലമായിട്ട് വരും. ശനി ദശയിൽ ജനിക്കുന്നവർക്കൊഴിച്ച് 19 വർഷം എല്ലാവർക്കും വരും, ഇതായിട്ട് വരും. പിന്നെ അപഹാരങ്ങളെല്ലാം തന്നെ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ശനി നമ്മളെ സ്വാധീനിക്കും.
അതുകൊണ്ട് ശനിയെ നിങ്ങൾ ഭയക്കേണ്ട. ശനി തന്നെ എല്ലാ സൗഭാഗ്യം തരും. പക്ഷേ ഈ ശനിയുടെ ഒരു ഇൻഡിക്കേഷനാണ്. ഈ സമയം നമ്മൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് അത് ചെയ്യണം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂലത്തിനെ സംബന്ധിച്ചോളം കണ്ടക ശനി തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അവരും വളരെയധികം ശ്രദ്ധിക്കണം. അശ്വതിക്ക് സമ്മിശ്രമായിട്ടുള്ള കാര്യം 2 പ്രാവശ്യം ആലോചിച്ചിട്ട് ശ്രദ്ധിച്ച് മഹത്തിന് വളരെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മൂല നക്ഷത്രത്തിന് കണ്ടകശനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരെയാണ് കേതുവിൽ ജനിക്കുന്നവരെ കുറിച്ച് പറയാൻ. അങ്ങനെ ഓരോ 2025 പൊതുവെ ഇങ്ങനെ ആയിരിക്കും. ഇപ്പം 2025 അശ്വതി പകുതി ശ്രദ്ധിച്ച് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ മക നക്ഷത്രത്തിന് വളരെ നല്ലതാണ്. അവർക്ക് സ്മൂത്തായിട്ട് എല്ലാം നേടാൻ പറ്റും. പിന്നെ മൂല നക്ഷത്രത്തിന് അവർക്ക് കണ്ടകശനി വരികയാണ്. അപ്പോൾ അത് മഹത്തിന് കണ്ടകശനി പോകുന്ന സമയത്ത് മൂലത്തിന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 25 ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ദശാകാലത്തെ അപകാരത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ രാഹുറുള്ളവർക്ക് കണ്ടകശനി വന്നാൽ പ്രയാസമായിരിക്കും. ശനിയിലുള്ളവർക്ക് കണ്ടകശനി വന്നാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും ഇത് പ്രത്യേകം അവരവരുടെ ഗ്രഹനിലകൾ നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുക. ആരും പറയണം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ജ്യോതിഷം പേടിപ്പെടുത്താനുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം വഴികാട്ടിയാണ്. കലിയ ജ്യോതിഷം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഭരണി പൂരം പുരാണം അത് വരും. അങ്ങനെ 9 വീഡിയോകളിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നത് ആയിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം അറിയാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ ഭരണി പൂരം പുരാണം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. വേറെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഞാനിവിടെ ദുബായിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പം വളരെ നല്ലതായിട്ട് പോകുന്നു. ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് എന്നെ കാണാൻ പറ്റിയതിൽ. അവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തിയൊക്കെ കുറച്ച് പോകാൻ അവർക്ക് വളരെ പ്രയോജനപ്പെടുന്നു. അവരെല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് 1000 നന്ദി പറഞ്ഞ് ഞങ്ങളെ കാണാൻ വേണ്ടി സാർ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ സാറിന് ഇവിടെ വരേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും സാർ ഇവിടെ വന്നു. ഓഫീസ് തുടങ്ങാൻ പോകുന്നു. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ ഐ ഹാറ്റ്സ് ഓഫ് പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്കാണ് എന്നവരടുത്ത് പറഞ്ഞത്. ഞങ്ങൾക്കറിയാം സാറേ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരും പോകുന്നത്. ഫാമിലിയായിട്ട് കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ.